നമസ്കാരം. ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. അമിത വേഗതയിലെത്തിയ കാർ എതിർ ദിശയിൽ വന്ന സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. നൂറ്റി ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചാലക്കുടി യൂണിയന്റെയും ശ്രീനാരായണ ഗുരു സമാജം ട്രസ്റ്റ് കൂടപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL 64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. സർക്കാർ നിർമ്മിത പ്രളയത്തിനെതിരെ നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണ് പ്രസവിച്ചത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എസ്കലേറ്ററിന് സമീപം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആംബുലൻസ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവതി പ്രസവിച്ചു. ഇതോടെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ASI അജിത കുമാരിയുടെ നേതൃത്വത്തിൽ CRPF പ്രവർത്തകർ പ്രസവരക്ഷ നടത്തി. പ്രസവം പൂർത്തിയാക്കിയ ശേഷം അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ഏകദേശം രാവിലെ 10:30 മണിയോടുകൂടി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും അറിയിച്ചു. അതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ GRP, RPF അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ, സ്റ്റേഷൻ മാസ്റ്റർ, ക്ലീനിങ് സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനടുത്ത് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിൽ വിവരം അറിയിച്ചു. പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് ഇതിന് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ പ്രസവം ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് ഒരു ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയെയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ്. കൂടെ ഒരു 2-3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. ആ ആൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഒരു അമ്മയുടെയും കുഞ്ഞും വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല മാഡം, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടർ മാഡത്തിന് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാമായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉള്ളിലുള്ളൊരു ഭയം അത് എത്രത്തോളമായിരിക്കും? എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്ന ഒരു സുഹറ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ചേച്ചി തന്നൊരു ധൈര്യത്തിൻ്റെ പുറത്തും പിന്നെ ഇവരൊക്കെ നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ തുടർന്ന് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉള്ളൊരു നിമിഷമായിരുന്നു അത്. ഇല്ല, ഞാൻ സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് RPF എന്നൊരു വിളി വന്നു. ഇങ്ങനെ ഒരു സ്ത്രീ സുഖമില്ലാണ്ട് ഇങ്ങനെ അവശയൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓടി വന്നു. അപ്പോൾ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് അത്ര ചെറിയ ഡിലേ വന്നു. അങ്ങനെ ആംബുലൻസ് ഇവിടെ എത്തിയ സമയത്ത് പ്രസവം നടക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അടുപ്പിച്ചു കൊടുക്കാന്നുള്ളൊരു പരിപാടി മാത്രം നമുക്ക് ഉണ്ടായുള്ളൂ. പിന്നെ അജിത കുമാരിയും മാഡം എല്ലാവരും സഹകരിച്ച് സുഹറ താത്തയുടെ നേതൃത്വത്തിൽ കരണെല്ലാം ഭംഗി അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല, മുൻപരിചയം ഇല്ല. നമ്മൾ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളൊരു പരിചയം മാത്രമേ നമുക്കുള്ളൂ. ഇത് പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും പ്രശ്നമായാലോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. അതെ, മറ്റുള്ള അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സുരക്ഷിതമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ചൈൽഡ് ലൈനിൻ്റെ ഒരു പ്രവർത്തക അവിടെ ഓൾറെഡി ബൈസ്റ്റാൻഡറായിട്ടുണ്ട് നിലവിൽ. അവരുടെ ഹസ്ബൻഡ് മലപ്പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, ബസ്സിലാണ് വരുന്നത്. എന്തായാലും 2 മണിക്കൂർ മേലെ പിടിക്കും. 2 വയസ്സായ ഒരു ആൺകുട്ടീന് ഉള്ളത് കൂടെ. അവരെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം.
കാരണം പൂർണ്ണ ഗർഭിണിയാണ്, എടുക്കാൻ പറ്റില്ല കുഞ്ഞിനെ. അത്രയ്ക്കും ഈ സ്റ്റെയർ കേസൊക്കെ കയറി ഇവിടെ എത്തിപ്പിടിച്ച് ആൾ തളർന്നു പോയി. ഇങ്ങനെയാണ് അവിടെ എടുക്കാൻ കാരണമാണ് ഇത്. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. മനക്കുളങ്ങര കൊല്ലമാടി വീട്ടിൽ 45 വയസ്സുള്ള സുദർശിനിയാണ് മരിച്ചത്. ഭർത്താവ് രാജൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൊമ്പിടിഞ്ഞാമാക്കൽ ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റ സുദർശിനി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. കാർ ഡ്രൈവർ കുരിയച്ചിറ സ്വദേശി ജോസിനെതിരെ ആളൂർ പോലീസ് കേസെടുത്തു. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചാലക്കുടി യൂണിയന്റെയും ശ്രീനാരായണ ഗുരു സമാജം ട്രസ്റ്റ് കൂടപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ പീത പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ സന്യാസിയും ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവുമായ നാരായണ ഗുരുവിന്റെ ജന്മദിനം കേരളത്തിന്റെ ഒരു സംസ്ഥാന ഉത്സവമായാണ് ആഘോഷിക്കപ്പെടുന്നത്. റബ്ബർ ബോർഡ് ചെയർമാനായി 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾ എന്നിവരെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. കൌൺസിലർ ബിജി സദാനന്ദൻ, യൂണിയൻ കൌൺസിലർ ചന്ദ്രൻ കൊളത്താപ്പിള്ളി, അനിൽ തോട്ടവീതിയിൽ, സമാജം സെക്രട്ടറി കെ ടി ബാബു, ജോയിന്റ് സെക്രട്ടറി ബാബു തുമ്പരത്തി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോ വർഷവും ജയന്തി ആഘോഷങ്ങളിൽ നമ്മൾ ഓർമ്മിക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു പ്രതിജ്ഞയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി വളർത്തുവാൻ പ്രതിബദ്ധതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ മയക്കുമരുന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം. നമ്മുടെ പ്രതീക്ഷകൾ അപ്പാടെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളായി വളരേണ്ട യുവത്വങ്ങളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ എല്ലാ പ്രവർത്തകരും ഗുരുവിശ്വാസികളും അണിചേരണം എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL 64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ സൂപ്രണ്ട് ഓഫ് പോലീസും കൊടകര സ്വദേശിയുമായ പി വാഹിദ് IPS ഉദ്ഘാടനം ചെയ്തു. KTDO തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായി. ചാലക്കുടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് വിശിഷ്ടാതിഥിയായിരുന്നു. KTDO സംസ്ഥാന പ്രസിഡന്റ് ബാഹുലയൻ സംഘടനാ വിശദീകരണം നടത്തി. പരിപാടിയിൽ മധു അഷ്ടമിച്ചിറ അനുശോചനവും താജുദ്ദീൻ കൊരട്ടി സ്വാഗതവും പറഞ്ഞു. സോൺ സെക്രട്ടറി വിനോദ് റിപ്പോർട്ടും ട്രഷറർ രവീന്ദ്രൻ അഷ്ടമിച്ചിറ കണക്കും അവതരിപ്പിച്ചു. ഷാജി തമ്പാനൂർ, സജീഷ് ഗുരുവായൂർ, ആശിഷ് ഗുരുവായൂർ, മഹേഷ് ഗുരുവായൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയിൽ വിശിഷ്ടാതിഥികളെ ആദരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയും ഒരു വാഹനത്തിലെ VIP എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ പുറകു സീറ്റിൽ ഇരിക്കുന്ന ആളല്ല, ആ വാഹനം ഓടിക്കുന്ന ആളാണെന്നാണ് നമ്മൾ സാധാരണ കാണുന്നത്. പുറകിലിരിക്കുന്ന വ്യക്തിയുടെ മഹത്വം എത്രയാണെങ്കിലും സുരക്ഷിതത്വം മുന്നിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കയ്യിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിൽ VIP എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിക്കുന്നവരുടെ ചെറിയൊരു അശ്രദ്ധ പിന്നിലിരിക്കുന്ന VIP-യുടെ ജീവൻ അപകടത്തിലാക്കും. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പറയാം. പഴയ രീതിയിലുള്ള അളവിലേക്ക് ഇല്ലെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്തയായിരുന്നത്. ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നു. ഈ കേസ് എടുക്കുന്നതിലൊക്കെ
കുറച്ച് വിഷയങ്ങളുള്ളൊരു ഭാഗമാണ് കളർ ടാക്സിയുടെ കാര്യം. ഈ വണ്ടിയിൽ വന്ന ഈ യാത്രക്കാർ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നുണ്ട് കേസ് പ്രൂവ് ചെയ്യാനായിട്ട്. മെമ്പർമാരുള്ള ഒരു സോണായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സോണാണ്. ഈ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എങ്ങനെയാണത് എമർജൻസി ആയിട്ട് നമ്മൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും? നമ്മൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു സർക്കാർ നിർമ്മിത പ്രളയത്തിനെതിരെ നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് മണലിപ്പുഴ കരകവിഞ്ഞ് പ്രളയ സമാനമാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക, മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. സർക്കാർ നിർമ്മിത പ്രളയത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വീടുകളുടെ കേടുപാടിനും കൃഷിനാശത്തിനും മാത്രം പരിഹാരം നൽകാനുള്ള നീക്കം ശരിയല്ലെന്നും മറിച്ച് പ്രളയത്തിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച വീട്, കൃഷി, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ജീവനോപാധികൾ തുടങ്ങി എല്ലാ നഷ്ടവും വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടവും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും ടാജറ്റ് ആവശ്യപ്പെട്ടു. നെന്മണിക്കര പഞ്ചായത്തിൽ 1400 വീടുകളെ പ്രളയം ബാധിച്ചു. 2 കോടി രൂപയുടെ നഷ്ടമാണ് പഞ്ചായത്തിൽ സംഭവിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഔസേബ് വൈക്കാടൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അലക്സ് ചുക്കിരി, പോൾസൺ തെക്കുംപീടിക, KV പുഷ്പാകരൻ, KS കൃഷ്ണൻകുട്ടി, TC ജോസ്, KA ജേക്കബ്, അശോകൻ ഐത്താടൻ, ട്രീസ ബാബു, KV സുരേഷ്, തങ്ക ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ബസാർ റോഡിലെയും മാർക്കറ്റിലെയും സമീപ പ്രദേശത്തും റെയിൽവേ സ്റ്റേഷൻ റോഡിലെയും സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി സ്ഥാപിച്ചു. പുതുക്കാട് ടൗൺ പ്രദേശത്ത് പകൽ പോലെ വെളിച്ചമുണ്ടാകുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലൈറ്റുകൾ മാറ്റിയത്. 40 വാട്ട്സിന്റെ 100 ബൾബുകളാണ് മാറ്റി സ്ഥാപിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെബി കൊടിയൻ, CC സോമസുന്ദരൻ, ഷാജു കാളിയങ്ങര, CP സജീവൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് NR ജോഷി, സെക്രട്ടറി ജേക്കബ് തൃക്കുകാരൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, പൊതുപ്രവർത്തകരായ ജെയ്സൺ മാളിയേക്കൽ, KJ ജോജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് പുതുക്കാടിലെ 4 വാർഡുകളിൽ ഏറ്റവും നല്ല പ്രകാശം കിട്ടുന്ന 40 വാട്ടിൻ്റെ ബൾബുകൾ വെച്ചുകൊണ്ട് ഈ വാർഡുകളെല്ലാം പ്രകാശപൂരിതമാക്കുന്ന രീതിയിലേക്ക് ഏറ്റവും നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലേക്കുള്ള ബൾബുകൾ സ്ഥാപിച്ച് അത് ഇന്ന് ഞങ്ങൾ കത്തിച്ച് ഈ പ്രദേശത്തിന് സമർപ്പിക്കുകയാണ്. റഷ്യയിൽ യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് BJP സംസ്ഥാന സെക്രട്ടറി നാഗേഷ്, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാടും മറ്റ് നേതാക്കളും സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ എന്നിവർ സഹോദരനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ആമ്പല്ലൂർ INTUC ഓഫീസിൽ അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, INTUC നേതാവ് ആന്റണി കുറ്റുകാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി, സന്തോഷ്, പോൾസൺ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. അമിത വേഗതയിലെത്തിയ കാർ എതിർ ദിശയിൽ വന്ന സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചാലക്കുടി യൂണിയന്റെയും ശ്രീനാരായണ ഗുരു സമാജം ട്രസ്റ്റ് കൂടപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL 64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. സർക്കാർ നിർമ്മിത പ്രളയത്തിനെതിരെ നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.